നമ്മുടെ ഉൽപ്പന്നം ഒരു ലാഭകരമായ ബിസിനസ് ആകുമോ എന്നത് തിരിച്ചറിയാനുള്ള നല്ലൊരു മാർക്കറ്റ് റിസർച്ച് എങ്ങനെ നടത്താം? നിങ്ങൾ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ഉപയോഗിച്ച് നിർമ്മിക്കാൻ പോകുന്ന ഉൽപ്പന്നം പരാജയപ്പെടാൻ വലിയ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഓരോ വർഷവും ഏകദേശം 30,000 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്നുണ്ട്. അതിൽ 95% വരെ ഒരു തുമ്പുമില്ലാതെ അപ്രത്യക്ഷമാവുന്നു. എന്താണ് ഈ പരാജയത്തിന് കാരണം? ആരും ആവശ്യപ്പെടാത്ത ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു എന്നത് തന്നെ. ഊഹങ്ങളുടെ പുറത്ത് പണവും സമയവും ഊർജ്ജവും കളയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്നാൽ നിങ്ങളുടെ ഉൽപ്പന്നം വിപണിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ലാഭകരമാക്കുമെന്ന് ഉറപ്പിക്കാൻ ഒരു വഴിയുണ്ടെങ്കിലോ? ആ രഹസ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ്, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടി. സബ്സ്ക്രൈബ് മൈ ചാനൽ. വിജയികളായ കമ്പനികൾ ഊഹങ്ങളെ ആശ്രയിക്കുന്നില്ല എന്നതാണ് സത്യം. അവർ ഒരു സിസ്റ്റം പിന്തുടരുന്നു. 3 ഘട്ടങ്ങളുള്ള ഒരു രീതിയാണിത്. ഒന്നാമത്തെ ഘട്ടത്തിൽ ലക്ഷ്യം എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നു. അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കപ്പെടുന്നുണ്ട്, അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗവേഷണം തുടങ്ങുന്നതിന് മുമ്പ്, റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതി വെക്കണം. നിങ്ങളുടെ ഉപഭോക്താക്കൾ ആരാണ്, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ഏത് ലൊക്കേഷനിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളത് നിർമ്മിക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ ഉപഭോക്താക്കളുടെ ആരാണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കണം. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ പ്രോഡക്റ്റ് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എതിരാളികൾക്ക് എവിടെയാണ് പിഴച്ചത്? കാരണം നമുക്ക് ഈ പ്രോഡക്റ്റ്, ഈ സെയിം പ്രോഡക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിച്ച കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റിന് എന്താണ് സംഭവിച്ചത്, അവർക്ക് എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നതൊക്കെ നമ്മളുടെ ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്നുള്ളത്. ഓക്കെ. രണ്ടാമത്തത്, നമ്മൾ അന്വേഷിക്കുക. ഇവിടെ നമ്മൾ ആളുകളുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ആളുകളുടെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇതിനായി നിങ്ങൾക്ക് ആളുകളുമായി നേരിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പുമായിട്ട് ചർച്ച നടക്കാം. അതോടൊപ്പം നിങ്ങളുടെ എതിരാളികളുടെ ഉൽപ്പന്നങ്ങളെയും അവയുടെ കസ്റ്റമർ റിവ്യൂകളെയും കുറിച്ച് ആഴത്തിൽ പഠിക്കണം. ഇതുപോലുള്ള ഇതിന് സമാനമായ പ്രോഡക്റ്റുകൾ മുന്നേ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള റിവ്യൂസും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ആഴത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം. അവരുടെ പോരായ്മകൾ നിങ്ങളുടെ അവസരങ്ങളാണ്. അവർക്ക് എന്തൊക്കെ പോരായ്മ കൊണ്ടാണ് അവരുടെ പ്രോഡക്റ്റ് പിന്തള്ളപ്പെട്ടത്, അത് നമ്മളുടെ പ്രോഡക്റ്റിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് എന്താക്കാവുന്നതാണ്, നമുക്കൊരു അവസരമാക്കി ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കൺഫേം ഉറപ്പ് വരുത്തുകയല്ല. ഈ ഘട്ടത്തിൽ നമ്മൾ ഡാറ്റ, നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേജിൽ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നമ്മൾ ഉറപ്പിക്കുന്നു. സർവേകളാണ് ഇതിലെ പ്രധാന ഉപകരണം. നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ ഫീച്ചറുകൾ, വില, പാക്കേജിംഗ് എന്നിവയെക്കുറിച്ച് ആളുകൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഉൽപ്പന്നത്തിൻ്റെ ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കി ആളുകൾക്ക് ഉപയോഗിക്കാൻ നൽകിയ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതാണ്. ഈ ഘട്ടമാണ് നിങ്ങളുടെ ആശയത്തിന് വിപണിയിൽ സ്ഥാനമുണ്ടോ എന്ന് സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തുക എന്നുള്ളത് നമ്മുടെ ബിസിനസ്സിനെ ഇത് ഏത് രീതിയിലേക്ക് എടുക്കും, ഇത് വിജയിക്കുമോ, അല്ലെങ്കിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുള്ളത് നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റ് റിസർച്ച് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് നമ്മൾ ഹോം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബിസിനസ്, നമ്മളുടെ പ്രോഡക്റ്റ് ഒരിക്കലും പരാജയപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് അതിന് യോഗ്യരായ ആളുകളെ വെച്ച് തന്നെ, അതല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ വളരെ അധികം കെയറിങ്ങോട് കൂടെ തന്നെ ചെയ്യേണ്ട, സൂക്ഷ്മതയോട് കൂടെ തന്നെ, ഇമ്പോർട്ടൻ്റോട് കൂടെ തന്നെ ചെയ്യേണ്ട ഒരു സംഭവമാണിത് നമ്മുടെ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ ഒരു സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം ഭാഗ്യമല്ല, മറിച്ച് കൃത്യമായ ഒരു പ്രവർത്തന രീതിയാണ്. ഓക്കെ. വിജയിച്ച ആളുകളൊന്നും ഭാഗ്യം കൊണ്ട് മാത്രം വിജയിച്ചതല്ല. അവർ അത്രക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ മാനുഫാക്ചറിങ് എന്ന നമ്മുടെ സ്വപ്നത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഈക്വൽ ഒരേപോലത്തെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റേജിലും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാൽവെപ്പോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഊഹങ്ങളെ ഒഴിവാക്കിയിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ബിസിനസ് ചെയ്യേണ്ടതെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്, ഇതിൽ വിജയിച്ച ആളുകൾ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഊഹാപോഹത്തിൻ്റെ പേരിൽ നമ്മൾ ഒരു ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ്. നമ്മൾ യഥാർത്ഥ കണക്കുകളുടെ മാർക്കറ്റ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ മേലെ പറഞ്ഞ രീതി പിന്തുടർന്നാൽ ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിപണിയിൽ എത്തിക്കാൻ വേണ്ടി പറ്റും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചുറ്റും കണ്ണോടിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ സർവേ നടത്തുക. മാർക്കറ്റിൽ ഉള്ള പ്രോബ്ലംസ്, ആളുകൾ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് നമ്മൾക്ക് സൊല്യൂഷൻ ആയിരിക്കണം, എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രോബ്ലം കൃത്യമായിട്ട് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള, വേറെ പോരായ്മകളും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കും എന്നുള്ളതാണ് അതിലെ സത്യം.
ഒന്നാക്കിയിട്ട് തന്നെ മാറ്റണം. അത് നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മൾ ഈ മാർക്കറ്റ് സർവേ റിസർച്ച് നടത്തുന്നത് അത്രയും ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഭാഗ്യപരീക്ഷണമാവില്ല, മറിച്ച് വ്യക്തമായ ഡാറ്റയുടെ പിൻബലത്തിലുള്ള ഒരു വിജയം സുനിശ്ചിതമാണ് അതിൽ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ നമ്മൾ വരും വീഡിയോകളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോയുടെ ഭാഗമായിട്ട് നാളെ നമ്മുടെ ചാനലിൽ മാർക്കറ്റിൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾ, സപ്ലൈ ഗ്യാപ്പ്, നമ്മളെ ഡിമാൻഡ് എത്രയുണ്ട്, അത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സപ്ലൈ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ചെയ്യുന്നു, ബാക്കി പുറം രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ എത്ര നമ്മൾ കൊണ്ടുവരുന്നതാണ് സപ്ലൈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് വിത്ത് ലോട്ട് ഓഫ് സർപ്രൈസസ്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.